ഇത്രയും ബിൻബിക്ക് കിട്ടിയപ്പോൾ പിന്നെന്താക്കാനാ, അച്ചാറാക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. മാമ മുൻകൈ എടുത്തിട്ടാണ് ഇന്നത്തെ അച്ചാറ്. ഇനിയൊരു കൊല്ലത്തേക്ക് ഇത് തന്നെ. ഇനിയങ്ങോട്ട് മീൻകറിയിൽ മാത്രമല്ല സകലമാന പച്ചക്കറിയിലും അമ്മ ബിൻബിക്ക് ഇട്ട് തരുന്നു തോന്നുന്നുണ്ട്. ഇനിയിപ്പം ചിക്കൻ കറിയിലും കൂടി ഇടാൻ ബാക്കിയുള്ളൂ, അത് ഇട്ട് വരുമോ എന്തോ. സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മമ്മേനെ ആദ്യം തന്നെ വീഡിയോ എടുത്തിട്ട് പറ്റിച്ച്. ഞാനിങ്ങനെ കൊണകൊണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തുള്ള മാമനുമായിട്ടാണ്. മാമനും മാമൻ്റെ ബോഡി പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാമനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി പിന്നെ അടുത്ത പരിപാടി ഇതിനാവശ്യമുള്ള സാധനങ്ങളിൽ അരിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. ഇഞ്ചി നമ്മൾ ചെറുങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, 10-15 ഈത്തപ്പഴം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ പ്ലേറ്റ് കാലി. പിന്നെ വീഡിയോ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ആളെ കിട്ടിയത്. അച്ചാറുണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണ തന്നെ. നല്ലെണ്ണ ആവശ്യത്തിന് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് എണ്ണ ചൂടാകാൻ വെക്കുക. അതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ച് മൂക്കട്ടെ. പൊട്ടിത്തെറിക്കുന്ന ഉലുവയിലേക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ പരിപാടിയൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ഇട്ടുകൊടുക്കാം. നമ്മൾ കുറേ അച്ചാറാക്കുന്നതുകൊണ്ട് ഒരു പാട്ട മൊത്തം എടുത്തിട്ട് മാമ കമുത്തുന്നുണ്ടായിരുന്നു. കുറച്ച് എരിവ് ഇരിക്കട്ടെ എന്ന് വെച്ച്. അച്ചാറാകുമ്പോൾ കുറച്ച് എരിവെല്ലാം വേണ്ട. അങ്ങനെ എന്തിനോ വേണ്ടി തിളക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിക്ക് തോന്നാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മുറിച്ച് വെച്ച സാധന സാമഗ്രികൾ ഇതേ ചുടാം. കരിവേപ്പില അടക്കം, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. എല്ലാം ഒന്ന് മിക്സായി വരട്ടെ. ഈ വാരി വിതരണത് കായമാണ് കേട്ടോ. കായപ്പൊടി അച്ചാറിന് നല്ലതാന്നാ പറഞ്ഞത്. ഈ സാമാനങ്ങളൊക്കെ മൂത്ത് വരുമ്പോഴേക്കും നമ്മളെ താരത്തിന് എങ്ങോട്ട് ഇട്ട് അങ്ങ് ഇളക്കാം. ഇതിനു മുന്നേ നമ്മൾ ഉപ്പിട്ട് പെരക്കി വെച്ചിട്ടുണ്ടേ. മിക്സിൻ്റെ ജാറിൽ ഇത്രയും സമയം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈന്തപ്പഴമില്ലേ, അതിൻ്റെ അകത്ത് കുറച്ച് ചെറുക്കി ഒഴിച്ചിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട്
ഇളക്കി കൊടുത്ത് അടച്ച് വെക്കാം. കുറച്ച് സമയം വേട്ടുന്നു, ഒരു 2 മിനിറ്റ്. അങ്ങനെ 2 മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൊന്തിച്ച് നോക്കുമ്പോൾ നല്ല മണവും നല്ല രുചിയുള്ള അച്ചാർ റെഡി. നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊല്ലത്തേക്ക് ഇത് തന്നെ